അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം വേദപുസ്തകമുള്ള എല്ലാവരും എടുത്ത് തുറന്ന് വായിക്കുമ്പോൾ വാക്യം വായിക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾ മൈക്കിലൂടെ ആ വാക്യം പരസ്യമായി വായിച്ച് കേൾപ്പിക്കും. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. കണ്ണുകളടച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പാദപീഠം ചേർന്ന് വരുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വിഭജിച്ച് തരണം. ദൈവമക്കളുടെ അകത്തെ പ്രത്യാശ ഈ രാത്രി വർദ്ധിക്കണം. അരുമനാഥൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള ഒരാഗ്രഹവും ആവേശവും അവരുടെ ഉള്ളത്തിൽ നീ പകരണം. ക്ഷീണിച്ച മനസ്സുകളെ നീ ബലപ്പെടുത്തണം. ഈ വചന ശുശ്രൂഷ സമയത്ത് യേശുവിൻ്റെ മുറിവേറ്റ കരം അവരെ തൊട്ട് സൗഖ്യമാക്കണം. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ശുശ്രൂഷ മധ്യേ വചനത്തെ ഉറപ്പിക്കേണ്ടതിന് ഇവിടെ വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പാപി ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. രോഗികൾ ഈ രാത്രി സൗഖ്യമാകണം. പിന്മാറ്റക്കാർ ഈ രാത്രി മടങ്ങി വരണം. ചില ജീവിതങ്ങൾ സ്നാനത്തിനായി സമർപ്പിക്കപ്പെടണം. നിന്റെ നാമത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ മധ്യേ വെളിപ്പെടണം. പാദപീഠം താഴ്ത്തുന്നു, 7 ക്രൂശിനെ മറയുന്നു. എതിരായി നിൽക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെ, എല്ലാ ദുഷ്ടൻ്റെ പോരുകളെ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. മുഴുമഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. കരവും ശബ്ദവും ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഒന്നുകൂടെ ശക്തിയായ കർത്താവിനെ സ്തുതിക്കും. വളരെ ഗൗരവമുള്ള ഒരു വിഷയം വളരെ ശാന്തമായി ചില നിമിഷങ്ങൾ ഒന്നിച്ച് ഷെയർ ചെയ്യുവാനാണ് താല്പര്യപ്പെടുന്നത്. പാടാൻ സമയമില്ല, തമാശ പറയാൻ സമയമില്ല, നിങ്ങളെ ചിരിപ്പിക്കാനൊന്നുമല്ല ഞാൻ വന്നത്. വളരെ അത്യാവശ്യമായി ദൈവം എൻ്റെ പ്രാർത്ഥനാമുറിയിൽ തന്ന ഒരു ശക്തമായ ദൂത് കൈമാറാനായിട്ട് വന്നതാണ്. അതിന് ഇന്ന് രാത്രി നിങ്ങളുടെ വലിയ പ്രാർത്ഥന എനിക്ക് വളരെ ആവശ്യമാണ്. ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും. നമുക്ക് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 260 അധ്യായങ്ങളിൽ ഏതാണ്ട് 318 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. എല്ലാവരും പറഞ്ഞേ, എന്താണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത? ആ പ്രത്യക്ഷതയെക്കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഈ രാത്രി പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം നമ്മുടെ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണെങ്കിൽ 2 തെസ്സലോനിക്ക ലേഖനം നമ്മുടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചുള്ളൊരു വാക്യമാണ് ഈ രാത്രി വായിച്ചത്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ, എല്ലാവരും വാക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച്, നാമും യേശുവും തമ്മിൽ സമം ആഗമിക്കുന്ന ദിവസം സംബന്ധിച്ച്. ഹലോ, ഞാൻ ബോംബെയിൽ വെച്ചാൽ കഴിഞ്ഞ ദിവസം 3 ദിവസം പ്രസംഗമായിരുന്നു. മുംബൈ പെന്തക്കോസ്ത ഫെലോഷിപ്പിൻ്റെ കൺവെൻഷനിലെ 3 രാത്രിയിൽ 2 പകലും 5 മെസ്സേജ് ഒരു വേദിയിൽ ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് ഈ വാക്യം അവിടെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ധാരാളം മലയാളികളുണ്ട്, മലയാളികളെക്കാൾ അധികം ഹിന്ദിക്കാരുണ്ട്. അപ്പോൾ ഹിന്ദിയിലോട്ട് ഈ പരിഭാഷപ്പെടുത്തിയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശു വരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ഇരിക്കുന്ന പോലെ തന്നെ എല്ലാവരും മൗനമായിട്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ദൈവദാസൻ ഹിന്ദിയിലൊന്ന് പറഞ്ഞു. ഒരു സൈഡിൽ നിന്ന് പതുക്കെ കയ്യടി തുടങ്ങി. അതൊരു 20 മിനിറ്റ് ആയപ്പോഴത്തേന് ഓഡിറ്റോറിയം നിറച്ചങ്ങ് ആരാധനയായി. ഞാൻ പ്രസംഗിച്ചേ ഇല്ല.
ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ കാര്യം വേറെ വല്ലതും ആണ് ഈ പുള്ളി ഹിന്ദി പറഞ്ഞത് ഇത്രയും സന്തോഷം വരാനെന്നുള്ളത്. മലയാളിക്ക് ഇത് കേട്ടിട്ട് യാതൊരു സന്തോഷവും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ പൊന്നു ദൈവദാസന്മാരെ, പാവപ്പെട്ട ഹിന്ദിക്കാരൻ അത് കേട്ടപ്പോൾ എൻ്റെ അച്ഛ ഭയങ്കര പ്രത്യാശ, അവിടെ വെളിപ്പെട്ട ഒരു ആരാധന കേട്ടോ. ഹല്ലേലൂയ. ഞാൻ പിന്നെ എനിക്കും ആവേശമായി, ആത്മാവ് ആ കാര്യം ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു നിന്റെ കാന്തൻ വരുന്നു. അപ്പോൾ കയ്യടി പിന്നെയും കൂടി. ഞാൻ പറഞ്ഞു നിന്റെ മണവാളൻ വരുന്നു. കയ്യടി പിന്നെയും കൂടി. അല്ലെ ഞാൻ പറഞ്ഞ 1000ങ്ങളിൽ സുന്ദരനും 10,000ങ്ങളിൽ സുന്ദരനും വെണ്മയും ചുമപ്പുമുള്ള നിന്റെ കർത്താവ് നിന്നെ വേളി കഴിക്കാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രത്യാശയുള്ള രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ ആവലോടെ കാത്തിരിക്കുന്ന എന്റെ യേശു വരാറായി. കർത്താവിൻ്റെ അതിപ്രധാനപ്പെട്ട 3 പ്രത്യക്ഷതകൾ ഓടിച്ചോർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഉപോത്ബലകമായി 2-3 വാക്യങ്ങൾ പെട്ടെന്ന് ദൈവദാസൻ വായിച്ച് കേൾപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ കുറിവാക്യം മറക്കല്ല്. അവൻ്റെ പ്രത്യക്ഷതയും നമ്മുടെ സമാഗമനവും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള സമാഗമനവും ആണ് നമ്മുടെ പ്രസംഗത്തിൻ്റെ പ്രമേയം. ഇന്ന് രാത്രി പണ്ട് നമ്മുടെ വേർപെട്ട ദൈവമക്കളുടെ ഇടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം നമ്മുടെ കർത്താവിൻ്റെ വരവായിരുന്നു. ഇന്നിപ്പം നമുക്ക് ഇപ്പോഴും ആ കാനാവിലെ കല്യാണത്തിൻ്റെ കാര്യവും പിന്നെ മണ്ഡപത്തിൽ 38 വർഷം കിടന്ന ആ സഹോദരൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം വരത്തുള്ളൂ. അതൊക്കെ ആവശ്യമാണെങ്കിലും അതിനേക്കാട്ടിലൊക്കെ വലിയ ഗൗരവമുള്ള വിഷയം നമ്മുടെ യേശു അടുക്കൽ വാതുക്കലായിട്ടുണ്ട്. പ്രത്യാശയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അന്നത്തെ നമ്മുടെ കൺവെൻഷൻ വേദികളിലെ പാട്ടുപോലും കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പാട്ടുകളായിരുന്നു. ഹല്ലേലൂയ. ഭയങ്കര പ്രത്യാശയകത്ത് നിറയുന്ന പാട്ടുകളായിരുന്നു. ഇന്നതൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടേക്കെങ്ങും പ്രവേശിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണമേ. 3 വാക്യങ്ങൾ ദൈവദാസൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 26-ാമത്തെ വാക്യം. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്വന്തം യാഗം കൊണ്ട് പാപ പരിഹാരം വരുത്താൻ ഒരിക്കൽ പ്രത്യക്ഷൻ ആയി. 24-ാമത്തെ വാക്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധി, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. ഇന്നലെ പ്രത്യക്ഷനായി, ഇന്ന് പ്രത്യക്ഷനായിരിക്കുന്നു. 3-ാമത്തെ വാക്യം 28-ാമത്തെ വാക്യം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ. ഈ വചനം എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷൻ ആകും. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ഭൂതകാലത്ത് അവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരിക്കൽ പ്രത്യക്ഷനായി. ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ പ്രത്യക്ഷൻ ആയിരിക്കുന്നു. 3, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി താമസമിന അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും.
നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ 3 പ്രത്യക്ഷതകൾ വേഗത്തിൽ ഓർപ്പിച്ച് ഇരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവിൻ്റെ ഇഹലോകത്തിൽ 3 ശരീരങ്ങളും നമ്മളെ കാണിച്ചു. ഒന്നാമത്തെ ശരീരം കന്യകമറിയാമിലൂടെ ഉടലെടുത്ത ആ മനുഷ്യ ശരീരം, അതിന് 7 വിധ താഴ്ചയുള്ള ശരീരമായിരുന്നു. എന്താണ് താഴ്ച എന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, അവൻ ദൈവം ആയിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ആ സ്വരൂപമെടുത്ത് അങ്ങനെ താഴോട്ട് വന്ന് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി എന്ന് പറഞ്ഞപ്പോൾ യേശു ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ 7 പടി താണ ഇറങ്ങി മനുഷ്യന്റെ പാപിയായ മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾക്ക് കാണാവുന്ന പരുവത്തിൽ ഒരു മനുഷ്യ സാദൃശ്യത്തിൽ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 2, ജീവനോടെ ശേഷിക്കുന്ന ദൈവമക്കൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഈ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയാത്തത് കൊണ്ട് അന്ന് പ്രാപിക്കുന്ന ശരീരം ഏതാണെന്ന് കാണിക്കാൻ 3 ശിഷ്യന്മാരായ യാക്കോബ്, യോഹന്നാൻ, പത്രോസ് എന്നിവരെ കൂട്ടിക്കൊണ്ട് താബോർ മല എന്നറിയപ്പെടുന്ന മറുരൂപമലയുടെ മുകളിലേക്ക് കയറിപ്പോയി. ഉയർന്ന മലയുടെ മുകളിൽ ചെന്നപ്പോൾ അവൻ അവരുടെ മുമ്പിൽ തന്നെത്താൻ രൂപാന്തരപ്പെട്ടു. ഒരലലിയ പറയണം. ഈ ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്ത തേജസ്സുള്ള വസ്ത്രം ധരിച്ച ഒരു രൂപാന്തര ശരീരം പ്രാപിച്ചു. നല്ലൊരലലിയ പറയണം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കാഹളധ്വനിയെങ്കിൽ ഈ മൺകൂടാരം വിട്ടിട്ട് ജീവനോടെയുള്ളവർ ഏത് ശരീരം പ്രാപിക്കുന്നതെന്ന് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ എൻ്റെ യേശു മറുരൂപമലയിൽ വെച്ച് കാണിച്ചു. 3, കർത്താവ് കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു. മറിയയ്ക്ക് ആദി പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. 12 നടുവിൽ അവൻ പ്രത്യക്ഷനായി. യെരുശലേമിൽ നിന്ന് എമ്മവസിലേക്ക് പോകുന്നവരുടെ മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷനായി. ഉയർപ്പ് കഴിഞ്ഞുള്ള എല്ലാ വാക്കിലും എഴുതിയേക്കുന്നത് പ്രത്യക്ഷനായി എന്ന. ഇന്ന് രാത്രി എനിക്ക് പ്രസംഗിക്കാനുള്ളത് പ്രത്യക്ഷനാകുന്ന കാര്യമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഞാൻ ഈ ദൂത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് പോരാ, ഈ ശബ്ദപരിധിക്കകത്ത് ഈ രാത്രി പ്രത്യക്ഷനായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 പ്രത്യക്ഷതകൾ. ഒന്നാമത്തെ പ്രത്യക്ഷത ഈ പുസ്തകം പറയുന്നു, പാപികളെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് അവൻ പ്രത്യക്ഷനായി. പുസ്തകം പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനായിട്ടത്രേ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. പുസ്തകം പറയുന്നു, നിനക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ അത്രേ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. പുസ്തകം പറയുന്നു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ ഒന്നാമത് പ്രത്യക്ഷനായത്. ഞാൻ ഈ മെസ്സേജ് കൈമാറുമ്പോൾ നിന്റെ കുടുംബത്തിനെതിരെ പിശാച് കെട്ടിയ സകല കെട്ടുകളെ ഇന്ന് രാത്രി അഴിച്ചുകൊണ്ടിരിക്കുകയോ. കഴിഞ്ഞൊരു വർഷത്തിൽ പ്രാപിക്കേണ്ട വാഗ്ദത്തങ്ങൾക്കെതിരെ ദുഷ്ടപിശാച് കെട്ടിയ സകല കെട്ടുകളെ ഇന്നത്തെ അഴിക്കാൻ കരുത്തുള്ള ഒരു ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രത്യക്ഷത പാപികളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ, ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ കാണാതെ പോയതിനെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തേണ്ടതിന് മനുഷ്യപുത്രൻ ലോകത്തിൽ പ്രത്യക്ഷനായി പറഞ്ഞാട്ടെ. അപ്പോൾ ഒന്നാമത്തെ പ്രത്യക്ഷത എന്തിനു വേണ്ടിയാണെന്ന് പുസ്തകം അടുക്കിന് പറയുന്നു. അതുകൊണ്ടാണ് ഈ പൗലോസ് എഴുതി അവസാനിപ്പിച്ചത്, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് ചൈനക്കാരനും റഷ്യക്കാരനും അങ്ങ് ശ്രീലങ്കക്കാരനും പാകിസ്ഥാൻകാരനും ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും കാനഡക്കാരനും എല്ലാവരും വിശ്വസിപ്പാൻ ഒന്ന് പറഞ്ഞേ
അയ്യോ, ഇത് ബെന്തിക്കോസുകാർ മാത്രം വിശ്വസിക്കാനുള്ള അല്ല സ്നേഹിത, എല്ലാവരും വിശ്വസിപ്പാൻ, ജാതി മത വർഗ വർണ്ണങ്ങൾക്ക് അതീതമായി എല്ലാവരും വിശ്വസിപ്പാൻ കൊള്ളാവുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആവേശം ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പണ്ടത്തെ യോഗങ്ങൾ കഴിയുമ്പോൾ വിശ്വാസി കയ്യെ പിടിച്ചു പറഞ്ഞു, നമ്മുടെ യേശു വരാറായി. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കൂട്ട് വിശേഷമൊന്നും ചോദിക്കുമല്ലായിരുന്നു, അവർക്ക് തമ്മി കൈമാറാനുള്ള ഒരു സന്ദേശമുണ്ടായിരുന്നു, നമ്മുടെ യേശു വരാറായി. ഇന്ന് രാത്രി മെസ്സേജ് അവസാനിച്ച് വീട്ടിൽ പോകുമ്പോൾ നിന്റെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം, യേശു വരാറായി, യേശു വരാറായി. എത്ര പേർക്ക് ഇതിനകത്ത് പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. നീ ഇന്ന് രാത്രി ആരാധിക്കേണ്ടത് പാട്ടിൻ്റെ ഋതം കേട്ടല്ല, ഓർഗന്റെ ശബ്ദം കേട്ടല്ല, കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടല്ല. നീ ആരാധിക്കേണ്ടത് വരാൻ പോകുന്ന യേശുവിൻ്റെ കാഹളധ്വനി നിന്റെ കാതിൽ മുഴങ്ങുന്നത് കേട്ട. ഹല്ലേലൂയ. അവനോടുള്ള സ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് നിന്റെ ആരാധന ഈ രാത്രി ഉയരണം. ഹല്ലേലൂയ. ഒന്നാമത് പ്രത്യക്ഷനായി. ഓടിച്ചു പറയാം, എന്താണ് പാപം, എന്താണ് സംഭവിച്ചത്? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഈ ഭൂമി വെച്ചാണ്. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് പാർക്കാനാണ്. മനുഷ്യന് പാർക്കാൻ വേണ്ടി ഒറ്റ സ്ഥലമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതാ ഭൂമി. ലക്ഷോപലക്ഷം നക്ഷത്ര ഗാലക്സികളുണ്ട്, ഗ്രഹങ്ങളുണ്ട്. പക്ഷേ മനുഷ്യന് പാർക്കാൻ വേണ്ടി ഒരു സ്ഥലമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതാണ് ഭൂമി. യോബും പറയുന്നു, യെശയ്യാവും പറയുന്നു, രണ്ട് വാക്യങ്ങളിൽ ഏത് കാര്യവും സ്ഥിരപ്പെടുത്താം. അതുകൊണ്ട് സ്ഥിരപ്പെടുത്തി പറയുന്നു, മനുഷ്യന് പാർക്കാനായിട്ട് അത്രേ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്. സൃഷ്ടിച്ച ഭൂമിയെ ദുഷ്ടപിശാച് പാഴാക്കി കളഞ്ഞു, ശൂന്യമാക്കി കളഞ്ഞു, ആരതി താത്ത് കളഞ്ഞു, ഇരുട്ടുകൊണ്ട് മൂടിക്കളഞ്ഞു. പക്ഷേ ആത്മാവ് വിട്ടുകൊടുത്തില്ല. ആത്മാവ് പ്രതീക്ഷയുള്ള ഒന്നിനെയും പിശാച് പാഴാക്കിയെന്നും പറഞ്ഞ് വിട്ടുകളയുന്ന ആളല്ല. ഇന്ന് രാത്രിയിലും ആവർത്തിച്ച് യോഗം വെച്ചത് പാഴായ ചിലതിനെ ഇന്ന് രാത്രി ദൈവാത്മാവിന് ഉയർത്തിയെടുക്കാനുണ്ട്. വിശ്വസിക്കുക മാത്രം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ചില പാഴ് കുടുംബങ്ങളെ, നിന്റെ ജീവിതം പാഴായി പോയെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് മടക്കിയെടുക്കാനുണ്ട്. വിശ്വസിക്കുക ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അങ്ങനെ മനുഷ്യന് പാർക്കേണ്ട ഭൂമിയെ ഇവനില്ലാതാക്കി. കർത്താവിൻ്റെ ആത്മാവ് പരിവർത്തിച്ചൊരു പുനർസൃഷ്ടിപ്പ് ഭൂമിക്കുണ്ടായി. ആ പുനഃസൃഷ്ടിപ്പുണ്ടായ ഭൂമി വീണ്ടും എന്തൊക്കെ പാഴായോ അതെല്ലാം മുളച്ചു വന്നു, പിന്നെ ജീവനുണ്ടായി, കാര്യങ്ങളൊക്കെ ആയി. എല്ലാ ജീവജാലങ്ങളെ സൃഷ്ടിച്ച അനന്തരം കർത്താവ് ഇതിനെല്ലാം അടക്കി വാഴേണ്ടതിന് നമ്മളെ ഉണ്ടാക്കി. നമ്മളെ മാത്രം സൃഷ്ടിക്കായിരുന്നു, മറ്റേ എല്ലാം വാഗൊണ്ടുള്ള വാക്കിനാൽ ഉളവാകുക. സൃഷ്ടിക്കുന്ന മനുഷ്യനൊരു ഷേപ്പ് വേണമല്ലോ. എത്ര കോടി ജനം ഉണ്ടായാലും എല്ലാവർക്കും രണ്ട് കണ്ണേ ആകാവൂ, ഒരു മൂക്കേ ആകാവൂ, രണ്ട് ദാരം ഉണ്ടായിരിക്കണം, രണ്ട് ചെവി രണ്ട് സൈഡിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു വായായിരിക്കണം, 32 പല്ല് വേണം, ഒരു നാക്ക് വേണം, രണ്ട് കൈ വേണം, രണ്ട് കാല് വേണം, ഒരു വയറ് വേണം, ഒരു നെഞ്ച് വേണം. ഇതെല്ലാം കണക്കാക്കി എല്ലാ മനുഷ്യർക്കും സെയിമാ. ഹലോ. അപ്പോൾ ഒരു ഷെയ്പ്പുള്ളതിനെ ഉണ്ടാക്കാൻ വേണ്ടി ഷെയ്പ്പുള്ള ഒരാൾ വേണമല്ലോ. അതിന് ഷെയ്പ്പുള്ളവനെ അങ്ങോട്ട് മാറ്റി കെട്ടിയിട്ട് അവൻ്റെ സ്വരൂപത്തിൽ നമ്മളെ ഉണ്ടാക്കി. സ്തോത്രം പറയണം. ഹല്ലേലൂയ. എന്നിട്ട് അവൻ്റെ മൂക്കിലോട്ട് ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി. എന്നിട്ട് ദൈവത്തെക്കാൾ, സൃഷ്ടിച്ചവനേക്കാൾ ഒരല്പം മാത്രം താഴ്ത്തി. സ്തോത്രം പറഞ്ഞേ. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. ഹല്ലേലൂയ. അവൻ്റെ തേജസ്സിന് മുമ്പിൽ തലപൊക്കമുള്ള ജിറാഫും, അല്ലെങ്കിൽ അലറിയെടുക്കുന്ന സിംഹവും, ആഞ്ഞു വരുന്ന കരടിയും, അല്ലെങ്കിൽ ആനയും എല്ലാം പഞ്ചപുച്ഛം അടക്കിയത് ഇവൻ്റെ മീശ കണ്ടുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഇവൻ്റെ 56 ഇഞ്ച് നമ്മുടെ കേന്ദ്രം പറയുന്നവിടെ നെഞ്ചുവിരി ഉണ്ടായിട്ടുമല്ല, ഇവനെ അണിയിച്ച തേജസ് കണ്ട. സ്തോത്രം പറയണം. അല്ലെങ്കിൽ തേജസ് അണിഞ്ഞാൽ സകലവും നിനക്ക് കീഴ്പ്പെടും. ഇന്ന് രാത്രിയിലും ആത്മാവിൻ്റെ തേജസ് ഒരുവന്റെ മേൽ ഉണ്ടെങ്കിൽ പിശാചൊക്കെ അലറിയോടുവന്നേ. ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. തേജസ്സും ബഹുമാനവും ഇവനെ അണിയിച്ചു. അപ്പൊ ഈ തേജസ്സും ബഹുമാനവും അണിയിച്ച മനുഷ്യൻ ആദവും ഹവ്വയും
ഈ ആന, കടുവ, പോത്ത്, പട്ടി, പൂച്ച, സിംഹം എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കഴിയുമ്പോൾ സൃഷ്ടിച്ച ദൈവത്തിന് തോന്നി ഇതിൻ്റെ എല്ലാം കൂടെ ഇടയ്ക്ക് എൻ്റെ സ്വരൂപത്തിലുള്ളത് ഇങ്ങനെ അലഞ്ഞ് ഇത് നടക്കുന്നത് നല്ലതല്ല എന്ന് സൃഷ്ടിച്ചവന് തോന്നി. അതുകൊണ്ട് ആദ്യത്തെ വേർപെട്ട സഭ ദൈവം ഉണ്ടാക്കി. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഉണ്ടാക്കാൻ വേണ്ടി ഈ മനുഷ്യൻ നിൽക്കുന്നിടത്തുനിന്ന് അല്പം കിഴക്കോട്ട് മാറി ഒരു തോട്ടം ഉണ്ടാക്കി. നിൽക്കുന്നിടം ശരിയല്ലെങ്കിൽ ഇന്ന് രാത്രി അല്പം കിഴക്കോട്ട് മാറുന്ന നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, ഇപ്പം നിൽക്കുന്നിടം ശരിയല്ലെങ്കിൽ അല്പം കിഴക്കോട്ട് മാറുന്നത് നല്ലതാണ്. ഒരല്ലിയ പറഞ്ഞേരെ. അപ്പോൾ അല്പം കിഴക്കോട്ട് മാറി ഒരു തോട്ടം ഉണ്ടാക്കിയിട്ട് ഈ തമ്പുരാൻ ഈ തോട്ടത്തിൽ കൊണ്ടിവരെ ആക്കിയപ്പം വാതുക്ക വരെ ഒരു പുള്ളി പുറകെ വന്നു. അപ്പോൾ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ പാമ്പ് ആദ്യം തോട്ടത്തിൽ കയറിയൊന്നുമല്ല, അവ ആദ്യമായിട്ട് വിശിഷ്ട ജീവിയെ കണ്ടതുമല്ല, ഇതിൻ്റെ ഇടയ്ക്കാണല്ലോ സൃഷ്ടിച്ചേ. ഹലോ. അപ്പോൾ നമുക്കെല്ലാം അത്യാവശ്യം ഒരു തത്തയും ഒരു മാടത്തെയും ഒരു ആട്ടുംകുട്ടിയും ഒരു പശുവൊക്കെ ഉള്ള പോലെ അവയ്ക്ക് ഏറ്റവും ഇഷ്ടം ഈ പാമ്പിനോടായിരുന്നു എൻ്റെ വിചാരം. അപ്പോൾ ഇവരെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അതും പുറകെ വന്നു, വാതുക്ക വരെ വന്നു. പക്ഷേ തോട്ടത്തിന് ഉടമസ്ഥ അനുവദിക്കാതെ അകത്ത് കയറാനൊക്കത്തില്ലല്ലോ. പക്ഷെ തമ്പുരാൻ കണ്ട്, ഇവർ കണ്ടില്ല. തമ്പുരാൻ പറഞ്ഞതേ പാപം നിൻ്റെ വാതുക്ക വരെ ഒന്ന് പറഞ്ഞേ വന്നിട്ടുണ്ട്, നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ പുറകെ അതും കൂടെ വന്നിട്ടുണ്ട്, നീ അതിനെ കീഴടക്കിക്കോണം. കീഴടക്കാൻ പറഞ്ഞത് ആദാവും അവയും കേട്ടില്ല, പക്ഷെ അത് കേട്ടു. മിണ്ടുന്നില്ല. പ്രൈസ്. മനസ്സിലാകുന്നുണ്ടല്ലോ. നീ അതിനെ കീഴടക്കാൻ പറഞ്ഞത് ഇവർ കേട്ടില്ല, പക്ഷെ അത് കേട്ടു. അവൻ ഇവരെ കീഴടക്കി. വിഷയം തീർന്നല്ലോ. ഞാൻ ഒത്തിരി പ്രസംഗിക്കണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അല്ലേലും എവിടുന്ന് പിടിച്ചോണ്ട് വന്നതിൻ്റെ പുറകെ വന്ന പുള്ളി ഇവനെ കീഴടക്കി. അവൻ അകത്ത് കയറി, ഇവർ ഔട്ടായി. പ്രൈസ് ദി ലോർഡ്. ഇപ്പം മതിലിൻ്റെ വെളിയിൽ കൂടെ നടന്നുകൊണ്ട് അമ്മാമ്മ പറയുവാണ്, അച്ചായ ഞാൻ വെച്ച റംബൂത്താനാ കായ്ച്ചു നിൽക്കുന്നത് കണ്ടോ, എന്നോ കായ വെളിയിൽ നിന്ന് കാണത്തുള്ളൂ, അകത്ത് കയറാനൊക്കത്തില്ല, കയറിയ വാളിന് വെട്ടു. മിണ്ടുന്നില്ല. ഉടനെ അച്ഛൻ പറഞ്ഞ്, നിൻ്റെ ആ റംബൂത്താൻ നല്ല, എൻ്റെ ബദാന്നുകൊണ്ട് പൂത്ത് നിൽക്കുന്നു. ഹലോ. അവർ നട്ടതും ദൈവം നട്ടതെല്ലാം വെളിയിൽ കൂടെ കാണുകയല്ല, അകത്ത് കയറാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടേ. അപ്പം നല്ല പാപം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ ടെക്നോളജി ഭയങ്കര, അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. അന്നത്തെ കാലത്ത് തയ്യൽ മെഷീൻ കണ്ടുപിടിച്ചില്ല, സൂചി കണ്ടുപിടിച്ചില്ല, നൂലില്ല. പക്ഷേ അമ്മാമ്മ ചുടിദാറും തയ്ച്ചു, അച്ഛൻ ജൂബായി വടിച്ചു. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ അത്തിയല കൊണ്ടൊരു നല്ല ജൂബായി വടിച്ചിട്ടു, അമ്മാമ്മ അത്തിയല കൊണ്ട് നല്ല ചുടിദാറും അടിച്ചിട്ടു. അവർ അരച്ചു പാപം ചെയ്താലും ഡ്രസ്സ് മാറിയാൽ മതി, ഡ്രസ് കോഡ് മാറിയാൽ മതി, അകത്ത് കഴിയാമെന്നാ. മിണ്ടുന്നില്ല. ഹലോ. ദൈവത്തിൻ്റെ തോട്ടത്തിൽ പാപം ചെയ്ത് തേജസ് പോയാലും കുഴപ്പമില്ല, ഡ്രസ് കോഡൊന്ന് മാറി. പ്രൈസ് ദി ലോർഡ്. ഹാഫ് കൈ ഷർട്ട് മാറി ഫുൾ കൈ ആക്കി, മീശ മാറ്റി ക്ലീശിയവാക്കി. നിങ്ങൾ മിണ്ടുന്നില്ല. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അകത്ത് കഴിയാമെന്നാണ് വിചാരിച്ച. കഴിയാം, ഉടമസ്ഥം വരുന്നത് വരെ. അത് വരുമെന്ന് പറയാനാ ഞാൻ ഈ രാത്രി വന്നേ. സന്തോഷമുണ്ട്, കൈയടിച്ച് ആരാധിക്കണം. ഹല്ലേലൂയ. പാപം ചെയ്തിട്ടും ഒരു പരുവത്തിൽ ഷൈൻ ചെയ്ത് വസ്ത്രത്തിന്റെ കോഡ് മാറി നിനക്ക് ഒരു പരുവത്തിൽ തോട്ടത്തിൽ കഴിഞ്ഞു. പക്ഷെ ഞാൻ രാത്രി പറയാൻ വന്നത്, ഉടമസ്ഥൻ വരുന്നുണ്ട്. ഉടമസ്ഥന്റെ കാലൊച്ച വാതുക്കലായിട്ടുണ്ട്. അവന്റെ കാലൊച്ച കേൾക്കുമ്പോൾ ഏത് പാപിയും മുട്ടിടിക്കുമെങ്കിൽ സ്നേഹിത, ഇന്ന് രാത്രി അവന്റെ പ്രത്യക്ഷത അടുത്തിരിക്കുകയാ. ഹല്ലേലൂയ. പ്രിയരേ, നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയും നമ്മുടെ അവന്റെ അടുക്കലേക്കുള്ള സമാഗമനവും സംഭവിക്കാൻ പോകുകയാ. പ്രത്യാശയുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. പുറത്തുപോയ പാപിയെ രക്ഷിക്കേണ്ട ചുമതല പാപം ചെയ്യും മുമ്പേ ദൈവത്തിനറിയാം. ഈ സ്വരൂപത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഉണ്ടാക്കാൻ പോകുന്നവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് അന്ന് പാപപരിഹാരകനെ മാറ്റിക്കെട്ടി. സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവിനെ എന്ത് ചെയ്തു? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാറ്റിക്കെട്ടി. അപ്പോൾ അങ്ങനെയാണ് സഭ എന്നാ ഉണ്ടായേ? കർത്താവ് അന്നേ മാറ്റിക്കെട്ടാണ് കർത്താവിൻ്റെ മണവാട്ടി സഭ എന്നാ ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ ദേവദാസനെ, എഫേസ്യർ ലേഖനം 1:4 വായിച്ചേ. മൈക്കിൽ കൂടെ വായിച്ചേ.
നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. ദൈവമക്കളെ കുറിച്ചാണ്. നാം തൻ്റെ സന്നിധിയിൽ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ ഹല്ലേലൂയ ആരും പറഞ്ഞില്ല. ആമേൻ. ഒന്നുകൂടെ പറയുന്നു, നാം യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മെ ലോകമുണ്ടാക്കുന്നതിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് ക്രിസ്തുവിന്റെ പ്രായത്തോട് അനുരൂപപ്പെടത്തക്ക നിലയിൽ നമ്മയും അന്ന് തിരഞ്ഞെടുത്തു. പക്ഷെ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിൽ റാന്നൂർ താലൂക്കിൽ കൊല്ലമള വില്ലേജിൽ ബെച്ചുച്ചിറ പഞ്ചായത്തിൽ 9-ാം വാർഡിൽ പള്ളിക്കിഴക്കേതിൽ കുഞ്ഞച്ചൻ്റെയും സാറാമ്മയുടെയും മകനായിട്ട് 59-ലാണ് ജനിച്ചേ. സ്തോത്രം. 84-ലാണ് രക്ഷിക്കപ്പെട്ടെ. പക്ഷെ തെരഞ്ഞെടുപ്പ് നടന്നത് അന്നല്ല. അത് മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അമേരിക്കയെ ജനിക്കണമെന്നല്ലായിരുന്നു തെരഞ്ഞെടുത്തപ്പോഴത്തെ പദ്ധതി. ബെച്ചുച്ചിറ കൊച്ചു ഗ്രാമത്തിൽ ജനിക്കണമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? നീ ഏത് ജില്ലയിൽ, ഏത് പഞ്ചായത്തിൽ, ഏത് സ്റ്റേറ്റിൽ, ഏത് ഭാഷക്കാരുടെ ഇടയ്ക്ക് എന്ന് ജനിക്കണമെന്ന് സ്വർഗം തീരുമാനിച്ചതാ. ഹല്ലേലൂയ പറയണം. പക്ഷെ തെരഞ്ഞെടുപ്പ് അന്നുണ്ടായതല്ല, അത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാ. ഈ രാത്രി മനസ്സിലാകുന്നവർ ദൈവത്തെ ആരാധിക്കണം. ലോകമുണ്ടാകും മുമ്പേ, സമയമുണ്ടാകും മുമ്പേ, കാലങ്ങൾ ഉണ്ടാകും മുമ്പേ, സൂര്യചന്ദ്രന്മാരുണ്ടാകും മുമ്പേ, ഭൂമി ഉണ്ടാകും മുമ്പേ എന്റെ ദൈവം നിന്നെ അവനിൽ തിരഞ്ഞെടുത്തു. നിങ്ങളുടെ പ്രത്യാശകൾ എനിക്ക് പ്രസംഗിക്കാൻ പോലും തോന്നുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ശത്രു നിന്നെ തകർക്കാൻ നോക്കിയാലും അന്നത്തെ തെരഞ്ഞെടുപ്പിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പ്രോഗ്രാം പൂർത്തീകരിക്കുന്നത് വരെ നിന്നെ സൂക്ഷിപ്പാൻ കരുത്തുള്ള മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർത്തെ ആ സംഭവം. നീ പല പ്രാവശ്യം ചാകാൻ തുടങ്ങിയിട്ടും ഇന്ന് രാത്രി ജീവിച്ചിരിക്കുന്നത് നിനക്ക് ലഭിച്ച ചികിത്സയുടെ ഗുണം കൊണ്ടൊന്നും അല്ല, തെരഞ്ഞെടുപ്പ് അന്നത്തെയാ. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ആദരം കൊണ്ട് പറഞ്ഞേ, ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ എന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതൊക്കെ പറഞ്ഞാന്നേ കരമടിച്ച് ആരാധിക്കേണ്ടത്. അല്ല ദേ വരുന്നു ദേ പോയെന്ന് പറഞ്ഞുള്ള പരിപാടിയൊന്നും കണ്ടല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ തെരഞ്ഞെടുപ്പോർത്താൽ ഹല്ലേലൂയ. മണവാട്ടി സഭയെ, നിന്റെ തെരഞ്ഞെടുപ്പോർത്തീരാത്ത ദൈവത്തെ സ്തുതിക്കണം. ലോകസ്ഥാപനത്തിന് മുമ്പേ. എനിക്കതൊക്കെ ഇച്ചിരി വിവരിച്ചാൽ കൊള്ളാവുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഇത് നിർത്തണമല്ലോ. നാളെ രാവിലെ 7 തൊട്ട് 9 വരെ ഒരു ആരാധനയാണ്. 9:30 തൊട്ട് 1 മണി വരെ രണ്ടാമത്തെ ആരാധനയാണ്. രാത്രി തിരുവനന്തപുരത്ത് കൺവെൻഷനുമാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഒത്തിരി സമയം നിന്നാലൊക്കത്തില്ല. എങ്കിലും എനിക്ക് അത്യാവശ്യ കാര്യം പറയുന്നത് ഞാൻ പോയാലും നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഹലോ, ശ്രദ്ധിച്ചേ. ആ കർത്താവ് ഈ പാപത്തിൻ്റെ പരിഹാരത്തിനായി 7 വിധ താഴ്ച സംഭവിച്ച മനുഷ്യനെ രക്ഷിക്കാൻ ഒറ്റ പഴം നിന്നപ്പോൾ 7 അടിയാണ് കിട്ടിയത്. സ്തോത്രം. അത് മുഴുവൻ കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് വിവരിക്കുന്നുണ്ട്. വീട്ടിൽ പോയി വായിച്ചാൽ മതി. മനുഷ്യനുണ്ടായ 7 വിധ താഴ്ച. 7 വിധ താഴ്ചയുള്ള മനുഷ്യനെ രക്ഷിക്കാൻ സ്വർഗത്തിലിരുന്ന തമ്പുരാൻ 7 പടി താഴോട്ടിറങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവൻ ആയി. 7 സന്ദർഭങ്ങളിൽ രക്തം മുഴുവൻ ഒഴുക്കി. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചതാണ്. സ്തോത്രം. 7 പടി താണവനെ രക്ഷിക്കാൻ രക്തം 7 പ്രാവശ്യം ഒഴുക്കി. അത് ന്യായപ്രമാണ ക്രമമാണ്. വരുന്നുണ്ട്, ഞാൻ സമയമുണ്ടേ പറഞ്ഞ് കേൾപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനുഷ്യന് നിത്യമായ പാപപരിഹാരം വരുത്തി.
ഒരിക്കലായി പാപപരിഹാരത്തിനായി കർത്താവ് പ്രത്യക്ഷനായി. ഞാനത് പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. രണ്ടാമത്തെ ഭാഗം വളരെ ഗൗരവമുള്ളതാണ്. 24-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 9 ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരം. കൈപ്പണിയായ വിശുദ്ധ മന്ദിരം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിലെ ഒരു കാര്യം പൗലോസ് നമ്മളെ ഓർപ്പിക്കുകയാണ്. അതിൻ്റെ പുറകോട്ടുള്ള വാക്യങ്ങൾ ശാന്തമായി വായിച്ചു വന്നറിയാം. അതൊന്നും നമുക്ക് വായിക്കാൻ അത്ര സമയമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കൈപ്പണിയായ കൂടാരം. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തു വരുമ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ആചരിച്ച് ചെങ്കടലിൽ സ്നാനപ്പെട്ട് മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു വരുന്ന ജനത്തിന് ഞാനുമായി സമം ആഗമിക്കാൻ. നമ്മുടെ വിഷയം സമാഗമനവും സംബന്ധിച്ചുള്ള കാര്യമാണ്. പ്രീസലോ, ഒരു ആഗമന കൂടാരം ഉണ്ടാക്കണം. എന്തോ ഉണ്ടാക്കണം? സമാഗമന കൂടാരം. എന്തോ സമാഗമനം? സ്വർഗത്തിലെ മഹാദൈവവും രക്തത്തളി ആചരിച്ച മനുഷ്യനും തമ്മിൽ ഒന്നിച്ച് ആഗമിക്കുന്ന സ്ഥലം. അതിന് 3 ക്രമമുണ്ട്. അർത്ഥം 4 ക്രമമുണ്ട്. ഒന്നാം ഗേറ്റിന് വെളിയിലുള്ള സ്ഥലം, അതിന് ജാതികളുടെ പ്രാകാരമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് കയറാൻ അവർക്കൊക്കത്തില്ല. അത് ആരുടെ പ്രാകാരമാണ്? ജാതികളുടെ പ്രാകാരം. അകത്തെ പ്രാകാരം അബ്രഹാമിൻ്റെ മകനായി ഇസഹാക്കിൻ്റെ മകനായി യാക്കോബിന് ഉണ്ടായ 12 പിള്ളേർ വർദ്ധിച്ചു വന്ന ആ ഇസ്രായേൽ മക്കൾക്കുള്ള സ്ഥലമാണ്. സ്തോത്രം. അത് കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലമാണ്. അത് അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ലേവി ഗോത്രത്തിലെ പുരോഹിതന്മാർക്ക് മാത്രം കയറാനുള്ള സ്ഥലമാണ്. അതിനകത്തൊരു സ്ഥലമുണ്ട്, അത് അതിപരിശുദ്ധ. ഈ ബോർഡ് വെച്ച പോലെ അത് കട്ടം വെച്ചെന്തിരിക്കുകയാണ്, മറച്ചിരിക്കുകയാണ്. അതിനകത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് കയറണമെങ്കിൽ വ്യവസ്ഥയുണ്ട്. ഈ മഹാപുരോഹിതൻ പാപിയായതുകൊണ്ട് തൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തണം. പ്രൈസ് ദി ലോർഡ്. പാപിയായ മഹാപുരോഹിതൻ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തിയിട്ട് അതിനുവേണ്ടി മാറ്റിക്കെട്ടിയ കുഞ്ഞാടിനെ അറുത്ത് അവൻ്റെ പാപശുദ്ധീകരണം വരുത്തിയിട്ട് ഈ മുഴുജനത്തിനു വേണ്ടി മാറ്റിക്കെട്ടിയേക്കുന്ന കുഞ്ഞാടിനെ അവൻ അറുത്ത് അതിൻ്റെ രക്തം ഒരു വെള്ളിപ്പാത്രത്തിലെടുത്ത് മറുകയിൽ ഒരുപടി ഈസോപ്പ് തണ്ട് പിടിച്ച് ജനമെല്ലാം പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജനം കാങ്ക പ്രാകാരം വിട്ട് പതുക്കെ നടന്ന് വിശുദ്ധ സ്ഥലം കയറി പതുക്കെ അകത്തെ അതിപരിശുദ്ധത്തേക്ക് പോയാൽ പിന്നെ ആളിനെ ആർക്കും കാണത്തില്ല. സ്തോത്രം. ഈ ആൾ അകത്ത് വെച്ച് പാപപരിഹാരം വരാതാണ് കയറിപ്പോയതെങ്കിൽ അകത്ത് കയറുമ്പോൾ ആൾ തട്ടിപ്പോയാൽ വേറൊരുതിനെ കയറി എടുത്തുകൊണ്ട് വരാനൊക്കത്തില്ല. കാരണം ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുക. അവിടെ അകത്ത് കയറിയവൻ കയറുന്നവനും എന്ത് ചെയ്യും? ഷോക്ക് അടിക്കുന്ന പോലെ കറണ്ടേ തൊട്ടവനെ പിടിക്കുന്നവനെ പോട്ടാ പരിപാടി. പ്രൈസലോ. ഇപ്പോൾ ആ സാന്നിധ്യം ഇല്ലാതെ നമ്മളിങ്ങനെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് മിണ്ടുന്നില്ല. പ്രൈസലോ. ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ പുള്ളിക്കാരൻ വരുമ്പോൾ ചത്ത വലിച്ചെടുക്കണമല്ലോ. അതിന് അരയ്ക്കുന്നൊരു കെട്ടുണ്ട്. അതിപ്പം നീളം കുറഞ്ഞ് കെട്ടിയേക്കുന്നേ ഉള്ളൂ. പണ്ട് നീളത്തിലുള്ള കെട്ടായിരുന്നു. അപ്പോൾ അകത്ത് ചത്ത അതെന്ത് ചെയ്യണം? വലിച്ചെടുക്കണം. മനസ്സിലാകുന്നൊരു സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പുസ്തകം വിട്ടൊരു കാര്യം പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇങ്ങനെ അകത്ത് നിൽക്കുന്ന പുള്ളി ജീവിച്ചിരിക്കുന്ന എങ്ങനെ അറിയുന്നേ? വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ ജീവിച്ചിരിക്കുന്ന അറിയുന്നേ? ഒറ്റ മാർഗം. അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ താഴെ മാതളപ്പഴം മണി മാതളപ്പഴം അങ്ങനെ അടുക്കിന് എന്ത് ചെയ്തിട്ടുണ്ട്? പണിതിട്ടുണ്ട്. അതെല്ലാം സ്വർണം കൊണ്ടുള്ളതാണ്. അതിങ്ങനെ ഈ കൈക്കകത്തിരുന്ന് ഈസോപ്പ് തണ്ട് രക്തത്തിൽ മുക്കി ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുപ്പായം അനങ്ങുമ്പോൾ ഈ മണി തമ്മിൽ അടിക്കും. മണി അടിക്കുന്ന കേൾക്കുമ്പോൾ പുറത്തേക്ക് ജനത്തിന് മനസ്സിലായി ഞങ്ങളുടെ പുരോഹിതൻ ഇതുവരെ ചത്തിട്ടില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? ഹല്ലേലൂയ. അപ്പോൾ അകത്ത് ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് ജനത്തിന് ബോധ്യപ്പെടും. ഈ അകത്ത് 3-4 വസ്തുക്കളുണ്ട്. ഞാൻ നിങ്ങളെ വേഗം ഓർപ്പിക്കാം. ഒന്ന്, ഒരു പെട്ടകം, മൊത്തം കതിരമരം കൊണ്ടുണ്ടാക്കിയ പെട്ടകമാണ്. ആ പെട്ടകം കതിരമരമാണെന്ന് അറിയാതിരിക്കുക, പൊന്ന് പൊതിഞ്ഞിരിക്കുക. വിശ്വാസി പാപിയായിരുന്നവനെ കൃപ കൊണ്ട് പൊതിയുന്ന പോലെ. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്ത മനുഷ്യനെ കൃപയിൽ വരുമ്പോൾ തമ്പുരാൻ കൃപ കൊണ്ട് പൊതിയുന്ന പോലെ അകത്ത് കയറിയ പരിപരിപ്പുള്ള കതിരമരത്തെ മുഴുവൻ തമ്പുരാൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞിട്ട്
അതിൻ്റെ മീതെ ഒരടപ്പ്, അത് മുഴുവൻ തങ്കം കൊണ്ട് അടുപ്പ് പണിയായി പണിതിരിക്കുകയാ. അതിൻ്റെ മീതെ 2 കെരൂബുകൾ മുഴുവൻ അടുപ്പ് പണിയായി പണിത് ചിറകോട് ചിറക് വിരിച്ച് മുഖത്തോട് മുഖം നോക്കി ഈ പെട്ടകത്തിലേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് 2 കെരൂബുകൾ. ഇതിനകത്ത് 3 വസ്തുക്കളുണ്ട്. 1 മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, 2 അഗരോന്റെ തണുത്ത് പൂത്ത് കായ്ച്ചു ബദാഫലമുണ്ടായ വടി, 3 മോശയ്ക്ക് സീനായി പർവ്വതത്തിൽ ദൈവം കൊടുത്ത 5 10 കൽപ്പന എഴുതിയ 2 കൽപ്പലക. ഒരു സ്വത്രം പറഞ്ഞേര്. പരിശുദ്ധ സ്ഥലത്തെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. പുരോഹിതനകത്തേക്ക് കയറി കഴിയുമ്പോൾ തൻ്റെ കയ്യിൽ ചുടുചോരയ്ക്കകത്തേക്ക് ഈ സോപ്പ് തണ്ട് മുക്കിയിട്ട് ഇതിൻ്റെ മേൽ ഇങ്ങനെ തളിക്കും. ഇങ്ങനെ തളിക്കുമ്പോൾ ഈ കെരൂബുകളുടെ മേലും ഈ കൃപാസനത്തിൻ്റെ മേലും ഈ പെട്ടകത്തിൻ്റെ മേലും ഈ രക്തം ഇങ്ങനെ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പാപപരിഹാര രക്തം ഇങ്ങനെ ഒഴുകി ഇറങ്ങുമ്പോൾ അതിൽ ദൈവം പ്രസാദിച്ചാൽ ഒരു തേജസ്സിൽ, ഒരു മഹത്വത്തിൽ, ഒരു ഷെഖേനയിൽ ദൈവം ഇങ്ങനെ ഇറങ്ങി വരികയാ. ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോഴും വിശ്വസിച്ചിരിക്കുന്നവന്റെ മേൽ ആ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങി വരും. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. പാപശുദ്ധീകരണത്തിന്റെ രക്തമർപ്പിക്കുമ്പോൾ അപ്പൊ മഹാപുരോഹിതനായ യോശുവ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്നപ്പോൾ പ്രതിയോഗിയായ അപവാദിയായ പിശാച് ഇറങ്ങി വന്ന് വായിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ യഹോവയായ ദൈവം തേജസ് ഇറങ്ങി വരുമ്പോൾ 1 വർഷത്തേക്ക് ഈ ജനത്തെ അനുഗ്രഹിക്കാൻ വന്നേക്കുക. അപ്പോൾ ഈ പ്രതിയോഗി ഇറങ്ങി വരും. അവൻ നാക്കെടുത്ത് വളച്ചാൽ എന്തോ പറയത്തുള്ളൂ, അപവാദമേ പറയത്തുള്ളൂ. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഉടനെ അവൻ ചോദിക്കും, തമ്പുരാനെ അനുഗ്രഹിച്ചോ? ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോടാ. അവൻ ഈ യോശുവയുടെ ഉടുപ്പയിലെ ചെളി കാണിച്ചോനാ. നമ്മൾ ഈ രാത്രി വരെ 4 ദിവസം വന്നിട്ട് അത് കണ്ടില്ലല്ലോ നമ്മൾ. ഹലോ, നമ്മൾ 4 ദിവസം വന്ന് ഈ ലൈറ്റെല്ലാം ഇട്ടിട്ട് നമ്മുടെ ഉടുപ്പയിലെ ചെളി നമ്മൾ കണ്ടില്ലല്ലോ. മറ്റൊന്നൊറ്റ നോട്ടത്തിൽ കണ്ടു. മനസ്സിലാകുന്നുണ്ടേ? ആ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, ഈ അകത്തിരിക്കുന്ന കൽപ്പലക അങ്ങ് കൊടുത്തത് തന്നെയാണോ? അല്ല, ഞാൻ ചോദിച്ചെന്നുള്ള വിഷയം ഉണ്ടാക്കണ്ട. അങ്ങ് കൊടുത്ത കൽപ്പലക ഈ മോശ എറിഞ്ഞുടച്ച് കളഞ്ഞില്ലേ? ഹലോ, അത് ഉടയ്ക്കാൻ കാര്യം എന്നാ? ചെങ്കടൽ വിഭജിച്ച് മാറയ മധുരമാക്കി, സ്വർഗത്തിലെ മന്ന പൊഴിച്ചു കൊടുത്ത്, കടലിലെ കാട ആഹാരമായി കൊടുത്ത്, പാറയിലെ വെള്ളം കൊടുത്ത്, അങ്ങ് കാളയാന്ന് ഇവന്മാർ പറഞ്ഞില്ലേ? എന്നിട്ട് കാളയുടെ രൂപം ഉണ്ടാക്കിയില്ലേ? അങ്ങയെപ്പോലെ തേജസ്സുള്ള ദൈവത്തെ കാളയോട് ഉപമിച്ച് ഇവന്മാരെ അനുഗ്രഹിക്കാൻ തന്നെയാണോ ഇറങ്ങി വന്നതെന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. വിഷയം ഉണ്ടാക്കാനൊന്നുമല്ല. ഹലോ, എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പാപത്തെ ഓർപ്പിക്കാൻ അവൻ വന്നേക്കുന്നത്. അനുഗ്രഹിക്കാൻ കർത്താവ് വന്നേക്കുന്നു, അർപ്പിക്കാൻ മഹാപുരോഹിതൻ നിൽക്കുന്നു. ഇവിടെ ഇന്നലത്തെ പാപം കഴിഞ്ഞകാല പാപം ഓർപ്പിക്കുന്നവൻ വന്നേക്കുക. മനസ്സിലായോ? ഇപ്പം കർത്താവ് പറഞ്ഞു, അതെടാ ഞാൻ അനുഗ്രഹിക്കാൻ വന്നതാ. അല്ല, അനുഗ്രഹിച്ചോ? ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ, വിഷയം ഉണ്ടാക്കാനല്ല. ഈ വടി മകരവൻ്റെ കൊടുത്തപ്പോൾ ഇങ്ങനെ തളർത്ത് പൂത്ത് കായ്ച്ചതും അല്ലായിരുന്നു. ഇതിങ്ങനെ തളർത്ത് പൂത്ത് കായ്ച്ച് ബദാഫലം ഉണ്ടാകാൻ കാര്യം എന്നാ? നമ്മുടെ കൊയറുകാരെല്ലാം കൂടെ വിഷയം ഉണ്ടാക്കിയില്ലേ? മക്കളെ, വിഷയം ഉണ്ടാക്കല്ലേ? അമാർ 250 കൂടി നമ്മുടെ അഹരോൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തില്ലേ? അതുകൊണ്ടല്ലേ ഭൂമി വാടുന്ന അവന്മാരെ വിഴുങ്ങിയേ. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങയുടെ തെരഞ്ഞെടുപ്പിനെ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്ത് ഇവന്മാരുടെ പിള്ളേരെല്ലാം കൂടെ അനുഗ്രഹിക്കാൻ വന്നു. ഞാൻ ചോദിച്ചതേ ഉള്ളൂ, വിഷയം ഉണ്ടാക്കാനല്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, അതേടാ ഞാൻ അനുഗ്രഹിക്കാൻ വന്ന. അല്ല, ഞാൻ അനുഗ്രഹിച്ചോളാൻ ആദ്യം തൊട്ട് പറയുവാണല്ലോ. ഞാൻ ഇടയ്ക്ക് ഒന്നിട്ട് കാര്യം ക്ലെയിം ചെയ്യുന്നതേ ഉള്ളൂ. ഈ മന്നയിട്ട് വെച്ച പാത്രേ ഇവന്മാരാദി കഴിച്ചപ്പോൾ, നമ്മുടെ ആദി രക്ഷിക്കപ്പെടുന്നത് യോഗത്തിൽ ഇവർ വചനം കേട്ടപ്പോൾ പറഞ്ഞില്ലേ, ഓ തേൻ കൂട്ടിയ പറയുന്നേ. കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പം ഇവർ പറയാൻ തുടങ്ങിയില്ലേ, ഈ സാരമില്ലാത്ത ആഹാരം ആർക്ക് വേണം, ഇത് എണ്ണ ചേർത്ത നീ സ്വർഗത്തിൽ നിന്ന് പൊഴിച്ച ശക്തന്മാരുടെ ഭോജനം കഴിച്ച് ഇവന്മാർ സാരമില്ലാത്ത ആഹാരം ഇവന്മാരുടെ പിള്ളേരെ അനുഗ്രഹിക്കാൻ തന്നെയാണോ വന്നെന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഹലോ, വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അർത്ഥാൽ അകത്തിരിക്കുന്ന 3 വസ്തുക്കളും പുറത്ത് പൊന്നു പൊതിഞ്ഞാലും മണ്ടയ്ക്ക് തങ്കം വെച്ചാലും അകത്തിരിക്കുന്നത് ഇന്നലകളിലെ നിന്റെ പാപത്തെ ഓർപ്പിക്കുന്ന സാധനങ്ങളാ. ഹല്ലേലൂയ. പക്ഷെ സ്വർഗത്തിന്റെ മറുപടി കേൾക്കണ്ടേ? അതേടാ പിശാചേ, ഇപ്പം ഞാൻ കാണുന്നത്
ഇന്നലകളിലെ അകത്തിരിക്കുന്ന പഴയ പാപമല്ലടാ, മീതെ ഒഴുകിയിറങ്ങുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തമാ. മനസ്സിലാകുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രിയിൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യ രക്തം. കരമൊന്ന് അടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ദൈവ പൈതലേ, ഇന്ന് രാത്രി അകത്തെ ഇന്നലകളിലെ കരിഞ്ഞകാല പാപമല്ല, ഇന്ന് രാത്രി സ്വർഗം കാണുന്നത് അവന്റെ മീതെ ഒഴുകുന്ന കുഞ്ഞാടിന്റെ രക്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് എൻ്റെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിയാ, അച്ഛൻ്റെ വൈഫ്. ഇന്നലത്തെ വല്ല പാപം ഓർത്ത സ്റ്റേജിൽ നിൽക്കാൻ എന്നെ കൊണ്ട് ഒക്കുവോ അച്ഛാ? ഒക്കുവോ അമ്മാമേ? ഹലോ. പക്ഷെ ഇന്ന് നിൽക്കുന്നതെന്നറിയാമോ? ഈ ലോകം മുഴുവനും കൂടെ ഞാൻ അഴുക്കാന്ന് പറഞ്ഞാലും എൻ്റെ ഗുണം മാത്രം പറയുന്ന ഒരാളുണ്ട്. ഹലോ. ഈ അഖിലാണ്ടം മുഴുവനും കൂടെ എൻ്റെ ഗുണമില്ലെന്ന് പറഞ്ഞാലും എൻ്റെ ഗുണം പറഞ്ഞ ഒരാൾ ഈ രാത്രി ഇവിടെ ഉണ്ട്. അതാരാന്നറിയാമോ? ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന എൻ്റെ യേശുവിൻ്റെ രക്തമാ. ആ രക്തത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചവരൊക്കെ ആ രണ്ട് കൈയൊന്ന് അടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രി പ്രിയരേ, ആ രക്തം ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയോ? ഇവിടെ പൗലോസിന്റെ ഭാഷ്യം, ഇന്നലെ പാപ പരിഹാരത്തിനായി പ്രത്യക്ഷനായി. ഇന്ന് ആ വാക്യം ഒന്നുകൂടെ വായിച്ചു ദിവസം. ഇപ്പോൾ 24:9 ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്തേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി അവന്റെ മരണത്തെ ഏറ്റുപറയുന്നവന് വേണ്ടി, അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവന് വേണ്ടി, അവനാൽ പാപപരിഹാരം വന്നവന് വേണ്ടി, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവിടെ നിൽക്കുകയാ. ഒരു കയ്യിൽ അവന്റെ സ്വന്തം ചോര, ആട്ടുകൊറ്റന്മാരുടെയോ പശുക്കിടാക്കളുടെയോ ചോര കൊണ്ടല്ല, തന്റെ സ്വന്തം ചോര ഒരു പാത്രത്തിൽ പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി നീ എന്റെ കർത്താവേ, ഞാൻ നിന്നെ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ രക്തം നിന്റെ മേൽ തളിക്കേണ്ടതിന് അവൻ ഇപ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുകയാ. ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി അവൻ ഇപ്പോൾ നമുക്ക് വേണ്ടി ഈ രാത്രി ചില ദൂട്ടന്റെ കോട്ടകൾ അല്ലെ പാപത്തിനെ ഭരിച്ചിരയ്ക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറേണ്ടതിന് ഞാൻ ദൈവാത്മാവിൽ ചില പോരുകളെ ശാസിക്കുകയോ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഭയങ്കര വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നീ എഴുന്നേൽക്കുന്നത് വിടുതൽ പ്രാപിച്ചായിരിക്കും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അനേകരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നിന്റെ പാപം ഇതർ കടിച്ചുമപ്പായിരുന്നാലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഈരത് സ്വർഗം അത് ഹിമം പോലെ വെളിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഇന്ന് രാത്രി ഒരു വലിയ വിടുതലും വിശാലതയും ദൈവം പകർന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. മൂന്നാമത്തെ പ്രത്യക്ഷത, സമയം ഓടിപ്പോകുന്നതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയാം. 28ാമത്തെ വാക്യം. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. നമ്മൾ ആദ്യം വായിച്ച പ്രത്യക്ഷനായവൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അടുത്ത വാക്യം, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ എന്ന് പറഞ്ഞാൽ ബെന്തിക്കോസുകാരുടെ അന്തരിക്കരുത്. തനിക്കായി ഇന്ന് രാത്രി എൻ്റെ കർത്താവേ നീ വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ഹലോ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ഇപ്പോൾ റൺവേയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്ന ഫ്ലൈറ്റിൽ എൻ്റെ പ്രാണനാഥനുണ്ട്. അവൻ ഇപ്പോൾ ഇറങ്ങിയിട്ട് പുറത്തേക്ക് വരുന്നത് കാണാൻ ആവലോടെ നിൽക്കുന്ന കാന്തയെ പോലെ ഇന്ന് രാത്രി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ ജീവിക്കുന്നവരെ ചേർക്കാൻ രണ്ടാമത് പ്രത്യക്ഷനാകാൻ പോകുകയാ. ഓ ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഞാൻ ഒന്ന് വിവരിച്ചോട്ടെ, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ പഴയ നിയമത്തിലെ ഒരു കാര്യം പറഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മുടെ അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ഒരു മോനുണ്ടായി. അവന് മകനുണ്ടാകുമ്പോൾ അമ്മയ്ക്ക് ഭാര്യയ്ക്ക് 90 വയസ്സായിരുന്നു. ഈ സാറ 127-ാമത്തെ വയസ്സിൽ മരിച്ചു. മരിച്ചപ്പോൾ കൊച്ചന് 37 വയസ്സ്, അപ്പന് 137 വയസ്സ്. വീട്ടിലിപ്പം 3 ആണുങ്ങളെ ഉള്ളൂ. ഒന്ന് അബ്രഹാം, 2 137 വയസ്സുള്ള അപ്പനും 37 വയസ്സുള്ള ചെറുക്കനും. വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന കാര്യസ്ഥന് 3 പേരെ അവിടെ ഉള്ളൂ. അപ്പോൾ അപ്പൻ ഈ ചെറുക്കനെ നോക്കിയപ്പോൾ മനസ്സിലായി കല്യാണപ്രായമായെന്ന്. അത് മനസ്സിലാക്കേണ്ടത് അപ്പനാ, ചെറുക്കനല്ല. മിണ്ടുന്നില്ല. സ്വന്തം മോന് കല്യാണപ്രായമെന്ന് ആരാ തിരിച്ചറിയണ്ടേ? അപ്പൻ അറിഞ്ഞില്ലേ? പിള്ളേർ അവരുടെ വഴി നോക്കും, പക്ഷെ അപ്പൻ അറിയണം. ചുമ്മാ കോഴിയും ചിക്കനും മേടിച്ച് കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കാതെ കാര്യങ്ങൾ അറിയണം. പ്രൈസറോ. അപ്പോൾ അപ്പൻ അറിഞ്ഞപ്പോൾ കാര്യസ്ഥനെ വിളിച്ചു. പഴയ ഒരു ക്രമം, ഈ കാര്യസ്ഥൻ്റെ കൈ അപ്പൻ്റെ കാലിൻ്റെ തുടയുടെ കീഴെ വെച്ചു. എന്നിട്ട് സത്യം ചെയ്യിപ്പിച്ചു, ഞാനേ ഒരു ജാതിയനായിരുന്നു. ഞാൻ ഈ മെസ്സപ്പൊട്ടോമിലെ ഊറെന്ന സ്ഥലത്തുണ്ടായ കൽദയ കുടുംബത്തിൽപ്പെട്ട ഒരു ജാതിയനാണ്. ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ച് ജീവിച്ച ഒരാളാണ്. പക്ഷെ ഒരിക്കൽ തേജോമയനായ ദൈവം എനിക്ക് പ്രത്യക്ഷനായി. ആരാ? മുമ്പ് നമ്മൾ ആരുടെ കാര്യം പറഞ്ഞ? സമാധാനത്തിൻ്റെ ദൈവം. അപ്പുറം തമ്പുരാൻ്റെ 2ാമത്തെ ഒരു പേരാണ് എന്താണ്? ആരും രാത്രി കണ്ട് പേടിപ്പിക്കത്തൊന്നുമില്ല. നമ്മുടെ ജഡത്തിൽ നിന്ന് കണ്ടേച്ചു പോകുന്ന അവർക്ക് ഇടയ്ക്കിടെ ഞെട്ടി കൊണ്ടിടത്തില്ലേ? അങ്ങനെയൊന്നുമല്ല. ഈ ദൈവം തേജോമയനായ ദൈവമാണ്. തേജോമയനായ ദൈവം വെളിപ്പെട്ടെന്ന് പറഞ്ഞു, മോനെ നിൽക്കുന്ന സ്ഥലം ശരിയല്ല, പുറപ്പെടാൻ പറഞ്ഞു. അങ്ങനെ പുറപ്പെട്ടപ്പോൾ ഞാൻ യൂഫ്രട്ടീസ് നദി ഇറങ്ങിക്കയറി. അങ്ങനെ വെള്ളത്തിൽ സ്നാനപ്പെട്ടു. വിളി കേട്ടവനൊക്കെ എന്ത് ചെയ്തു? സ്നാനപ്പെട്ട് അക്കരെ കയറിയപ്പോൾ അക്കരെ നിന്ന് കൽദയരായ എൻ്റെ ബന്ധുക്കാർ വെള്ളത്തിൽ ഇറങ്ങി ഇക്കരെ കയറി എന്നെ എബ്രായനെന്ന് വിളിച്ചു. അർത്ഥം വെള്ളത്തിലിറങ്ങി ദൈവവിളി കേട്ട് കൊണപ്പെട്ട് വിഗ്രഹാരാധന നിർത്തി വെള്ളത്തിലിറങ്ങി അക്കരെ കയറിയവനെന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ അതിൻ്റെ അർത്ഥം ഒരല്ലേ പറഞ്ഞു. അങ്ങനെ ബന്ധുക്കൂസുകാരായവരൊക്കെ ഒരു സ്തോത്രം പറഞ്ഞേ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയെ വന്ന് നിൽക്കുന്ന ദൈവവിളി കേട്ടവരൊക്കെ ഒരു അല്ലേ പറഞ്ഞേ. പ്രൈസലോട് ശ്രദ്ധിക്കണേ. അങ്ങനെ ഞാൻ വന്ന ദൈവശബ്ദം കേട്ട് വന്ന് ഈ കനാനി പാർക്കാണ്. അപ്പോൾ എൻ്റെ കൊച്ചന് ഇണയില്ലാപ്പിണ കൂടാൻ ഇടയാകരുത്. അവിടെ നിന്ന് കുണപ്പെടാത്തന്നെ വിളിച്ചോണ്ട് വീട്ടിലും വരരുത്. സ്തോത്രം. അതുകൊണ്ട് കുണപ്പെട്ടൊരു കൊച്ചിനെ എൻ്റെ നാട്ടിൽ പോയി കണ്ടുപിടിച്ചോണ്ട് വരണം. പോകുമ്പോൾ വെറുകയോടെ പോകേണ്ട. എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുക്കന് വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വിശേഷ വസ്ത്രങ്ങളും വിശേഷ വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. അങ്ങനെ 10 ഒട്ടകപ്പുറത്ത് കയറ്റി ഒരു അല്ലേലിയ പറഞ്ഞാൽ അല്ലേലുയ്യ. അങ്ങനെ കയറി ഇവനിങ്ങനെ പോകുമ്പോൾ ഇവൻ ഈ പ്രാർത്ഥിക്കുന്നവൻ്റെ വീട്ടിലെ കാര്യസ്ഥനുണ്ട്, ഇവനും പ്രാർത്ഥിക്കുന്നവനാ. പ്രൈസലോ. അപ്പോൾ അവൻ പ്രാർത്ഥിച്ച് പറഞ്ഞു, ദൈവമേ എൻ്റെ യജമാനന് ഒരു പെൺകുട്ടിയെ ഞാൻ ചെന്ന് ഉടനെ ഇച്ചിരി വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ എൻ്റെ യജമാനൻ തനിയെ സ്വന്തം തോളിൽ തൻ്റെ യാഗത്തിൻ്റെ വിറകും കൊണ്ട് വലിയ മോറിയാമല തനിച്ചു കയറിയവനാ. അല്ലേലൂയ. അതുകൊണ്ട് അവനൊരുക്കുന്ന മണവാട്ടി ആഴത്തിലിറങ്ങി വെള്ളം കോരിക്കൊണ്ട് വരുന്ന ഒരു നല്ല മണവാട്ടി ആയിരിക്കണം. ഒരല്ലേ പറഞ്ഞാട്ടെ. അല്ലേലൂയ. അങ്ങനെ തീരുമാനത്തോടെ അവൻ പോയപ്പോൾ ഒരു പെൺകുട്ടി വരുന്നു. അല്ലേലൂയ. അവളെ കണ്ട മാത്രം ചോദിച്ചു, കുഞ്ഞെ അല്പം കുടിക്കാൻ തരാമോ? അവൾ പറഞ്ഞു, പിന്നെ നിനക്ക് മാത്രമല്ല ഈ ഒട്ടകത്തിനെല്ലാം കോരി കൊടുക്കാം. അവൾ ഇറങ്ങുന്നു കയറുന്നു. അല്ലേലൂയ. അങ്ങനെ കോരി കൊടുത്ത് ഇതിൻ്റെ എല്ലാം ദാഹം തീർത്ത് ഇവനും കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവൾ ഓടി വീട്ടിൽ പോയി ചെന്നിട്ട് പറഞ്ഞു, ഇതുപോലെ 10 ഒട്ടകങ്ങളുമായി ഒരു മാന്യനായ മനുഷ്യനെ കണ്ടു, അദ്ദേഹത്തിന് ഞാൻ വെള്ളമെല്ലാം കൊടുത്തു പറഞ്ഞപ്പോൾ വീട്ടുകാരെ പറഞ്ഞു, അപ്പനും അമ്മയും പറഞ്ഞു, ആങ്ങളെയും പറഞ്ഞു, നീ എന്നെ അവനെ വീട്ടിലോട്ട് ക്ഷണിക്കാഞ്ഞേ എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചോളാം. അപ്പൻ പറഞ്ഞിട്ടേ വീട്ടിലോട്ട് ക്ഷണിക്കാവൂ. ആരും ഒന്നും മിണ്ടുന്നില്ല. പ്രൈസലോ. വഴി കാണുന്നതിനെല്ലാം വിളിച്ചോണ്ട് വീട്ടിൽ വരരുത്. അപ്പനും അമ്മയും പറഞ്ഞിട്ടേ വിളിച്ചോണ്ട് വീട്ടിൽ വരാം. ഒരു സ്തോത്രം പറഞ്ഞേര്. അല്ലേലൂയ. അപ്പോൾ കല്യാണം ആലോചിക്കുന്ന ആരാ? അപ്പൻ. മനസ്സിലാകുന്നുണ്ടല്ലോ? സ്തോത്രം. ഈ പെങ്കൊച്ചിൻ്റെ വീട്ടിലോട്ട് ചെറുക്കാൻ ആലോചനക്കാരൻ കയറണമെങ്കിൽ ആരനുവദിക്കണം?
അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വെച്ച് ഈ കാര്യസിനൊറ്റ പ്രസംഗം. ഞങ്ങളുടെ യജമാനന് വാർദ്ധക്യ കാലത്തുണ്ടായ ഒരു മകനുണ്ട്. അവൻ്റെ സൗന്ദര്യമൊന്നും പറയാൻ എന്നെക്കൊണ്ടൊക്കത്തില്ല. അവൻ്റെ കണ്ണ് കണ്ടാൽ ഒരു അഗ്നിജാല പോലെ ഇരിക്കുന്നത്. അവൻ്റെ മുടി അത് ഹിമത്തെക്കാട്ടി വെണ്മയാണ്. അവൻ്റെ മുഖം അതൊരു സൂര്യനെക്കാട്ടി ശോഭയാണ്. ഹല്ലേലൂയ. അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിൽ അലക്കാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്തതാ. അവൻ്റെ ആ സൗന്ദര്യം അത്ര വലുതാ എന്നും പറഞ്ഞ് അംഗപ്രത്യംഗമായ ഒരൊറ്റ വർണ്ണന സ്വോത്രമാരും പറഞ്ഞില്ല. ഇതുപോലെ മുടി തൊട്ട് പാദം വരെ വർണ്ണിക്കാൻ കൊള്ളാവുന്ന വേറെ ആരാ ഉള്ളേ? ഹല്ലേലൂയ. അങ്ങനെ ഒരാളല്ല ഉള്ള ഒരു സ്വോത്രം പറഞ്ഞേ. അങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഒരൊറ്റ വർണ്ണന കഴിഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞു, എനിക്ക് അവരെ മതി. എടാ, യേശുവിൻ്റെ ഉള്ള സൗന്ദര്യം പറയുമ്പോഴാണ് രാത്രി കൈപൊക്കാൻ പറയുമ്പോൾ കൈപൊക്കുന്നത്, എനിക്ക് അവനെ മതിയെന്ന്. യേശുവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നത് തന്നെ കൈപൊക്കും രക്ഷിക്കപ്പെടാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് സമ്മതിച്ചപ്പോൾ കൊച്ച് കല്യാണം സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ ഇച്ചിരി കഴിക്കാൻ എടുത്തോളാൻ പറഞ്ഞു. എന്നേരമേ കഴിക്കാവൂ. അല്ല, ചെന്നോടനെ പാലപ്പവും മുട്ടയും ഉഴുന്നുവടയും പിന്നെ കോയലപ്പവും അച്ചപ്പവും നിന്ന് ചെന്നാൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം പറഞ്ഞു, ഇതുവരെ വിളിച്ചിട്ടില്ല. അങ്ങനെ എത്ര വീട്ടിൽ നിന്നാണ് കഴിച്ചേക്കുന്നത്? പാവങ്ങൾ എത്ര അടുത്ത് ഉണ്ടാക്കി വെച്ചാ സ്വോത്രം പറഞ്ഞില്ല. ഹലോ, ഇതിനെല്ലാം പുസ്തകത്തിൽ വ്യവസ്ഥയുണ്ടെന്നേ. പിന്നെ പ്രൈസ് ദി ലോർഡ്. അപ്പം വീട്ടുകാർ കൊച്ചിനെ കൊടുക്കാൻ സമ്മതിച്ചപ്പം വീട്ടിൽ നിന്ന് ആഹാരം എന്ത് ചെയ്തു? കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഒട്ടകപ്പുറത്തിരിക്കുന്ന വസ്തുക്കളെല്ലാം കൊണ്ട് അഴിച്ചിട്ട് ഈ കൊച്ചിനെ അവിടെ ദേഹത്തെ വസ്ത്രമെല്ലാം മാറ്റിയിട്ട് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വിശേഷ വസ്ത്രങ്ങളും എല്ലാം അണിയിച്ചു. സ്തോത്രം. ഇത് അണിയിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ച് കണ്ടാൽ കംപ്ലീറ്റ് മെയ്ഡ് ഇൻ കനാൻ. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ കൊച്ചിൻ്റെ ദേഹത്തെ മുഴുവൻ കാര്യസ്ഥം കൊണ്ടുവന്ന യജമാൻ്റെ വീട്ടിലെ സാധനങ്ങളാ. ഇവിടുത്തെ എല്ലാം മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല, ഇങ്ങനെ ഒരു സൗന്ദര്യത്തിൽ ഈ ആങ്ങളെ ആദ്യമായിട്ട് കൊച്ചിനെ കാണുക. എൻ്റെ പെങ്ങൾക്ക് ഇത്രയും ബ്യൂട്ടി ഉണ്ടെന്ന് അവൻ അന്ന് അറിയുന്നത് കേട്ടോ. അവൻ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കൊച്ചെ ഇത്രയും സൗന്ദര്യമാണ്, ഒരു 10 ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിന്നെ കാര്യസ്ഥൻ അണിയിച്ചാൽ പിന്നെ എന്നോ സൗന്ദര്യമാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. കാരണം മണവാളൻ സുന്ദരനാണ്, മണവാട്ടി അങ്ങനെ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേരെ. ഹല്ലേലൂയ. അങ്ങനെ ഇവളെ ഇതെല്ലാം അണിയിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞൊരു 10 ദിവസം നിൽക്കട്ടെ. ഉടനെ ഞാൻ പറഞ്ഞു, അതൊക്കെ ഇനി കൊച്ചിനോട് ചോദിക്കാൻ പറഞ്ഞു. യജമാൻ്റെ വീട്ടിലെ സാധനം അണിയിച്ചാൽ പിന്നെ പോണോ വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാനല്ല, അവൾ പറയണം. ഉടനെ അവളൊരു ഒറ്റപ്പാട്ട്, പാദങ്ങൾ പൊങ്ങുന്നേ ഉള്ളം പറയുന്നേ. മനസ്സിലാകുന്നില്ലേ? അത് പാടിയ നിന്റെ കയ്യടി വരാത്തതിന് കാരണം നിനക്കകത്ത് പ്രത്യാശയില്ലാത്തത് കൊണ്ടാ. ഇന്ന് രാത്രി ആത്മാവിന്റെ വസ്ത്രം അണിയിച്ച നീ തന്നെ ഉള്ളങ്കാല് പൊങ്ങത്തില്ലേ? ഇന്ന് രാത്രി പാദങ്ങൾ പൊങ്ങുന്നേ, ഉള്ളം തുടിക്കുന്നേ. ചേർന്ന് കരമടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച്, പ്രിയരേ, നിന്റെ കാന്തന്റെ അടുക്കലേക്കുള്ള യാത്രയ്ക്ക് സമയമായി. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ കൊച്ചു പാദം പൊങ്ങുന്നു, ഉള്ളം തുണിയെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ കാര്യസ്ഥൻ പറഞ്ഞു, ഇനി ഞങ്ങളെ താമസിപ്പിക്കല്ലെന്ന് പറഞ്ഞു. ഹലോ. കാരണം കൊച്ചിന് പോകാനുള്ള ആവേശമായി. അതുകൊണ്ട് ഇനി ഞങ്ങളെ ഇന്ന് രാത്രിയും വരാത്ത നിനക്കൊരാവേശവും ഇല്ലെന്ന് അറിയാം. അതുകൊണ്ടാണ്. ഹല്ലേലൂയ. മനസ്സിലാകത്തില്ലേ? ഇന്ന് രാത്രി വരാനൊരു ആവേശം നിനക്കുണ്ടായിരുന്നെങ്കിൽ കർത്താവ് വന്നേനെ കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ ഇന്ന് രാത്രി. ഹല്ലേലൂയ. അപ്പം ഇവിടുന്ന് ഇങ്ങനെ ഈ 10 ഒട്ടകപ്പുറത്ത് കയറി പോകുന്നതിന് മുമ്പ് ഇവൻ ഈ ലാബാനൊക്കെ വിഷമിച്ച് നിൽക്കുക. കൊച്ചിൻ്റെ ദേഹത്ത് മൊത്തം ഇപ്പം വെള്ളിയാഭരണം, പൊന്നാഭരണം, വിശേഷ വസ്ത്രം ഞാൻ കൊന്നതിന് ഉടനെ പുള്ളി കെട്ടഴിച്ചും വെച്ച് വിശേഷ വസ്തുക്കൾ ഇവർക്ക് കൊടുത്തു. എന്തോ കൊടുത്തു? വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗൾഫുകാരൊക്കെ വരുമ്പം വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പാക്കറ്റ് 7 o'clockൻ്റെ ബ്ലേഡും ഒരു ഷർട്ടിൻ്റെ തുണിയും പിന്നെ ചിലപ്പം ബാത്റൂമിൽ അടിക്കുന്ന ഒരു സ്പ്രേയുടെ കുപ്പിയൊക്കെ തരുമല്ലോ. മിണ്ടുന്നില്ല. വിശേഷ വസ്തുക്കൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കൊച്ചിൻ്റെ കൂടെ നിന്നവർക്കെല്ലാം എന്നോ കിട്ടി? മണവാട്ടിക്ക് മാത്രമേ പാൻ വെക്കൂ. മറ്റവർക്കല്ല. ഇവിടെ കുറേ വിശേഷ വസ്തുക്കൾ കിട്ടും. നല്ലൊരു വീട്, നല്ലൊരു കാറ്, നല്ല ജോലി, കുറേ. ഹലോ. പോക്ക് നടക്കത്തില്ല കുഞ്ഞെ. കാര്യം മനസ്സിലായെങ്കിൽ ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിനകത്ത് ആഴമായ ദൂത് കൈമാറുകയല്ലേ. ഇതിനകത്ത് പോകാൻ കൊതിയുള്ളവൻ അകത്തൊരാത്മാവിന്റെ ആവേശത്തോടെ നിന്റെ ഉള്ളം തുടിക്കേണ്ട രാത്രിയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവരിങ്ങനെ ഒന്നിച്ച് യാത്രയായി മുൻപോട്ട് പോകുമ്പോൾ നാളുകളായി അപ്പൻ്റെ സന്നിധി നിൽക്കുന്ന മകൻ പറഞ്ഞു, അപ്പ ഞാൻ അല്പം ബിസിനസ് സ്ഥലത്തോട്ട് പോയി ഒന്ന് ധ്യാനിച്ചോട്ടെ, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പൻ്റെ സന്നിധാനം വിട്ട് മകൻ ബിസിനസ് സ്ഥലത്തേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം.
വിജന സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന മകൻ നോക്കുമ്പോൾ ഒരു ഒട്ടകക്കൂട്ടം വരുന്നു. ഒട്ടകക്കൂടത്തിൻ്റെ മണ്ടയ്ക്ക് സ്തോത്രം ഒരു പെൺകുട്ടി, കൂടെ ഒരു കാര്യസ്ഥൻ. അവൻ തല ഉയർത്തി നോക്കി. ഹല്ലേലൂയ. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ വരുന്ന മണവാട്ടിയും തല ഉയർത്തി നോക്കി. നിന്റെ വീണ്ടെടുപ്പിന്റെ നാൾ അടുത്തിരിക്കിയാൽ നീയും ഇന്ന് രാത്രി തലകളെ ഉയർത്തി നോക്കുവീൻ. മനസ്സിലാകുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി തലകളെ ഉയർത്തി നോക്കി. ഹല്ലേലൂയ. എനിക്കിവിടെ തുള്ളിച്ചാടിയാൽ കൊള്ളാനുള്ള ആവേശമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ ഈ എതിരേറ്റു വരുന്ന പുരുഷൻ കാര്യസ്ഥനെ വിളിച്ചു ചോദിച്ചു. നാട്ടുകാരോടല്ല, കാര്യസ്ഥനെ വിളിച്ചു ചോദിച്ചു, കാര്യസ്ഥനെ, നിന്റെ കൂടെ വരുന്ന ഈ സ്ത്രീ ആരാണ്? അവൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിക്കൊണ്ടുവരുന്ന മണവാട്ടിയെ. ആരൊരുക്കി? കാര്യസ്ഥൻ. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത നിഷ്കളങ്കയും നിർമ്മലയുമായ ഒരു നല്ല കന്യകയെ ഒരുക്കിക്കൊണ്ട് വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഒരുക്കിക്കൊണ്ടിരുന്ന മണവാട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മണവാട്ടി ചോദിച്ചു, നമ്മളെ എതിരേറ്റു വരുന്ന ആ പുരുഷനാരാ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മണവാട്ടിക്കും മണവാളനെയും മണവാളനും മണവാട്ടിയും പരിചയപ്പെടുത്തിയ പാസ്റ്ററല്ല, മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് കാര്യസ്ഥനാ പരിചയപ്പെടുത്തേണ്ടത്. നിന്നെ വീണ്ടെടുപ്പിനാളിനായി ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാ. ഇതിനകത്ത് ദൂത് മനസ്സിലാകുന്ന നീ മൗനമായിരിക്കരുത്. വീണ്ടെടുപ്പിനാളിനായി പരിശുദ്ധാത്മാവെന്ന ആചാരം നിന്റെ മേൽ മുദ്രയിട്ടിരിക്കുകയാ. ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ പരിചയപ്പെടുത്തണ്ടേ. ഹല്ലേലൂയ. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഞാൻ ഈ കഴിഞ്ഞ 4 ദിവസം ഇവനെക്കുറിച്ചല്ലേ പറഞ്ഞേ? ഹലോ, ഞാൻ ഈ ദിവസങ്ങളെല്ലാം പറഞ്ഞത് ഇവനെ കുറിച്ചല്ലേ? അവനാ വരുന്നേ. പ്രൈസ് ദി ലോർഡ്. അവനൊപ്പം പറയാൻ എൻ്റെ കുഞ്ഞെ ഒരാളില്ല. അവനെപ്പോലെ ആരാധ്യനാരുമില്ല. അവൻ 1000ങ്ങളിൽ സുന്ദരനല്ലേ? അവൻ 10,000ങ്ങളിൽ സുന്ദരനല്ലേ? അവൻ വെണ്മയും ചുവപ്പുമുള്ളവനല്ലേ? അവൻ തേജസ്സിന്റെ പ്രഭയല്ലേ? അവൻ തത്വത്തിന്റെ മുദ്രയല്ലേ? അവൻ മാത്രം അമർത്യതയുള്ളവനല്ലേ? അവൻ ഹല്ലേലൂയ സ്വർഗ്ഗത്തേക്കാൾ ഉന്നതനല്ലേ? ഇന്ന് രാത്രി അവൻ നിന്റെ കാന്തനാ. നിന്റെ അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രി തടകുടഞ്ഞെഴുന്നേൽക്കട്ടെ. ക്ഷീണങ്ങൾ മാറി, മന്നതകൾ മാറി, മയക്കങ്ങൾ മാറി. ഇന്ന് രാത്രി അകത്തെ മനുഷ്യൻ പൂർവാധിക ശക്തി പ്രാപിക്കട്ടെ. പ്രിയരേ, എന്റെ യേശു വരാറായി. ഇവനെ കണ്ട മാത്രയിൽ അവളെ ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി. അവൾ ഇവനെ വലങ്കരം കൊടുത്തു. സ്തോത്രം. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവളെ അവനെയും കണ്ട ഒരുപോലെ ഇരിക്കുന്നു. സ്തോത്രം. ഒരച്ചി വാർത്ത പോലെ. അത് യോഹന്നാൻ പറയണ, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് പറ വലിയ സ്നേഹം. അടുത്ത വാക്യം. അടുത്ത വാക്യം. നാം അവനെ അറിഞ്ഞിട്ടില്ല. അവനെയും അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. അടുത്ത വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. എല്ലാരും പറഞ്ഞേ, പിശാച് കേക്കട്ടെന്ന്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഉറക്കെ പറയുന്ന പാളയങ്ങളിളകും, പൈശാചിക പാളയമിളകും. നീ ധൈര്യം. നാം ഇപ്പോൾ ഉറക്കെ പറ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. അടുത്ത വാക്യം. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശരാകും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഹല്ലേലൂയ. പ്രിയരേ, നിങ്ങളുടെ അകത്തെ മനുഷ്യർ ചലനം ഉണ്ടായിട്ടുണ്ടോ ഇന്ന് രാത്രി? പ്രൈസ് ദി ലോർഡ്. കാര്യസ്ഥന്റെ കയ്യിൽ നിന്ന് പുത്രൻ ഏറ്റുവാങ്ങി. ആഴത്തിൽ നിന്ന് വെള്ളം കോരിയ മണവാട്ടിയും ഉയരത്തിൽ സ്വന്തം യാഗത്തിനായി വിറക് ചുമന്ന മകനും കരം പിടിച്ച് അപ്പൻ്റെ അടുക്ക ചെന്നു. അപ്പൻ്റെ അടുക്ക വെച്ച് അവരുടെ വിവാഹം നടന്നു. പിന്നെ അവർ ഒരുമിച്ച് പ്രമോദിച്ചു കൊണ്ടിരുന്നു.
അങ്ങനെയാണ് നമ്മൾ കർത്താവുമായി ഒന്നിച്ച് പ്രമോദിക്കാൻ പോകുക. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി പാപം കൂടാതെ ജീവിക്കുന്നവരെ ചേർക്കുവാൻ കർത്താവ് രണ്ടാമത് പ്രത്യക്ഷനാകാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആര് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇരുവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പോൾ മേഘങ്ങൾ എടുക്കപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി പ്രിയരെ, നിന്റെ വീണ്ടെടുപ്പിന്റെ ദിവസങ്ങൾ അടുത്തിരിക്കുകയാണ്. നോക്കിയേ, പൗലോസിന്റെ ഭാഷ നോക്കിയേ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയും നമ്മുടെ അവൻ്റെ അടുക്കലുള്ള സമാഗമനവും സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ഇത്രയും നേരം പ്രസംഗിക്കുകയല്ലായിരുന്നു, അപേക്ഷിക്കായിരുന്നേ. ഇന്ന് രാത്രി അവൻ്റെ കാഹളം മധ്യാകാശി മുഴങ്ങിയാൽ ഞാൻ ആ മറുരൂപമലെ കണ്ട രൂപാന്തര ശരീരം പ്രാപിച്ചുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് പറന്നു പോകും എന്നുറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്? അതിന് കടമ്പകളുണ്ട്. ഒരിക്കൽ പ്രത്യക്ഷനായവൻ ചൊരിഞ്ഞ രക്തത്താൽ നീ കഴുകൽ പ്രാപിക്കണം. നിന്റെ പാപം അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. നീ ഹൃദയം കൊണ്ട് അവൻ്റെ മരണത്തെ വിശ്വസിക്കുകയും വാഗൊണ്ട് അവനെ കർത്താവായി ഏറ്റുപറയുകയും ചെയ്യണം. അത് ചെയ്ത നീ അഭിഷക്തന്മാരുടെ കൈക്കീഴെ അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്ന, അവൻ്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന, അവനോട് ചേരുന്ന സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി നീ സ്നാനപ്പെടണം. ചുമ്മാ കൈപൊക്കിയാ ഒന്നും പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രക്ഷിക്കപ്പെടണം, രണ്ട് സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവൻ അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേക്കണം. ഹലോ, പ്രൈസ് ദി ലോർഡ്. കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ച് കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് അല്പം വേരിയേഷൻ കാർഡിന് ഉണ്ടായിട്ടും തട്ടിപ്പോകാതിരുന്നത് ബ്ലോക്ക് ചെറുതായിട്ടല്ല, നീ രക്ഷിക്കപ്പെടാൻ വേണ്ടി വെയിറ്റ് തന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആയുസ് ഈ രാത്രി വർദ്ധിപ്പിച്ചത് നീ രക്ഷിക്കപ്പെടാൻ വേണ്ടിയാ. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടണം. ഇതാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. അതുകൊണ്ട് പാപിയായ നീ പാപപരിഹാരം നൽകുന്ന യേശുവിൻ്റെ കാൽവരി മരണത്തിൽ വിശ്വസിച്ച് നിന്റെ പാപം ഏറ്റു പറഞ്ഞ് നീ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുഴുക സ്നാനം കഴിക്കണം. അങ്ങനെ സ്നാനപ്പെട്ട നീ വിശ്വസിക്കുന്നവരുടെ മേൽ പകരുന്ന പരിശുദ്ധാത്മാവൻ ദാനം സ്വീകരിക്കണം. എന്നിട്ട് ഇപ്പം നിൽക്കുന്ന സ്ഥലം തെറ്റാണ്, അല്പം കിഴക്കോട്ട് മാറി വേർപാട് പാലിക്കണം. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അങ്ങനെ വേർപാട് പാലിക്കുന്നവൻ കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി വിശുദ്ധന്മാരുമായി ചേർന്ന് പ്രാർത്ഥന കഴിച്ച് കാത്തിരിക്കുന്ന കാന്തയായ സഭയെ ചേർക്കാൻ യേശു വരാൻ പോകുകയാ.